ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്സായ പഴം നിറച്ചതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പഴം നിറച്ചത് ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ കുറച്ച് മൈദ എടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഇടുന്നത് പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചതാണ് ഞാൻ ഇനി ഇടുന്നത്. അപ്പോൾ ഇതാ പഞ്ചസാരയും ഏലക്കായും പൊടിച്ചത് നമുക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് വെള്ളം പാകത്തിന് ഇട്ട് കൊടുക്കട്ടോ. ഒരു ചെറുതായിട്ടൊന്ന് ലൂസായി വന്നോട്ടെ. നമ്മൾ സാധാ പഴം പൊരിത്തെ അതേപോലെ തന്നെ ഇതാണ് ഈ ബാറ്റർ. ഒന്ന് ലൂസായി വന്നോട്ടെ. ഒക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഇതാക്കി കുഴച്ചെടുക്കാം. നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ പഴം ഒന്ന് അരിഞ്ഞ് ഇതാക്കി എടുക്കണം. നമ്മളെ പഴത്തിൻ്റെ നടുവിലായിട്ട് നമുക്കൊരു വരയിൽ വരയാം. അധികം ഇതാക്കണ്ട, ഒന്ന് ജസ്റ്റ് നമ്മളെ നമുക്കൊരു വരന് ഫുള്ള് വരയരുത് കേട്ടോ. നമ്മളിങ്ങനെ നടു മാത്രം ഒന്ന് വരയണം. ഇതേപോലെ ഒന്ന് വരഞ്ഞെടുക്കണം കേട്ടോ. ഇനി ഞാൻ എടുക്കാൻ പോണത് തേങ്ങയും പഞ്ചസാരയും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് ഒരു ഇതാണ് ഏലക്കായും കൂടി ഇട്ട് നമുക്കിതൊന്ന് ഇത് നമുക്ക് പഴത്തിൻ്റെ ഉള്ളിലൊന്ന് നമുക്ക് വെച്ച് ഇതാക്കി കൊടുക്കുക. അപ്പോൾ തന്നെ പഴത്തിൻ്റെ ഉള്ളിലാക്കിയതിന് ശേഷം ഇനി നമുക്ക് നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കണ്ട പോവാതിരിക്കാൻ. ഇനി നമുക്ക് നമ്മളുടെ പഴം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവിലേക്ക് നമുക്ക് ഒന്ന് ഇതാക്കി കൊടുക്കണം കേട്ടോ. നേരത്തെ ഉണ്ടാക്കി വെച്ച മാവിലേക്ക് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ഇതാക്കി കൊടുക്കണം. എല്ലായിടത്തും ഉണ്ടാക്കി കൊടുക്കണം. ഇനി അത് നമുക്കൊന്ന് ചീനച്ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി അടുത്ത പഴം ഇതേപോലെ തന്നെ ചെയ്യാം. നേരത്തെ അതേപോലെ തന്നെ ഇതിൽ മാവ് പഞ്ചസാരയും തേങ്ങയെല്ലാം ചേർത്ത് വെച്ച് നിറച്ചിട്ട് നമുക്കൊന്ന് മറിച്ചിട്ടെടുക്കണേ.
ഇതാ നമ്മളെ പഴം നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ല വെന്തിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ല മസാല ഉണ്ട് കേട്ടോ. ഇതാ നമ്മളെ തേങ്ങ ഒക്കെ നല്ലോണം ഇതായിട്ടുണ്ട്.